പത്തനംതിട്ട കോന്നി കാട്ടാത്തി ഉന്നതിയിലെ ഊരുമൂപ്പൻ മോഹൻദാസിന്റെ മൃതദേഹം ഉൾക്കാട്ടിൽ കണ്ടെത്തി. ഒരു മാസം മുമ്പാണ് മോഹൻദാസിനെ കാണാതായത്. കോടതിയിൽ നിന്ന് സമൻസ് വന്നതിന് പിന്നാലെയായിരുന്നു കാടുകയറുന്നത്. പ്രസാദ് എംജിയുടെ വിവരങ്ങളുമായി. പ്രസാദ്, എന്തായാലും ഒരു മാസത്തിന് ശേഷം ഇപ്പോൾ മോഹൻദാസിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് മരണകാരണം? കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഈ കട്ടത്തിപ്പാറിലെ ഉന്നതിയിലെ ഊരുമൂപ്പൻ കൂടിയായിട്ടുള്ള ഈ മോഹൻദാസിനെ കാണാതാകുന്നത്. ഈ മോഹൻദാസ് അയൽക്കാരുമായിട്ട് എന്തെങ്കിലും ഒരു വസ്തു സംബന്ധമായിട്ടുള്ള ഒരു തർക്കമുണ്ടായതിനെ തുടർന്ന് 6 മാസം മുമ്പ് കോന്നിയിലെ ഒരു അയൽക്കാർ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് അതിന്റെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഒരു മാസം മുമ്പ് ഈ ഊരുമൂപ്പനെ കോന്നി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തുകയും അതിനുശേഷം ഇനിയും വീണ്ടും വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരണമെന്നുള്ള താക്കീത് നൽകിയ ശേഷം വീട്ടിലേക്ക് വിടുകയായിരുന്നു. നമ്മൾ ഈ ഊരുമൂപ്പന്റെ വീട്ടിൽ നമ്മൾ പോയി നമ്മൾ അന്ന് തന്നെ അവരുടെ ബന്ധുക്കളുടെയും അരുവാകുലം പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ നമ്മൾ അവരുടെ പ്രതികരണം ഒക്കെ എടുത്തതാണ്. പക്ഷെങ്കിൽ വീട്ടിൽ നിന്നും പറയാതെ സാധാരണ ഇയാൾ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോകും എന്നായിരുന്നു ബന്ധുക്കളൊക്കെ തീരുമാനിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2, 3, 4, 5 ദിവസങ്ങളിലൊക്കെ കാണാതെ വന്നതിനെ തുടർന്ന് വനപാലകരും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും നാട്ടുകാരും അത് തന്നെ മൂന്നാറിൽ നിന്നും ഈ കാണാതാവുന്നുള്ള വളരെ റഡാർ ഇനത്തിൽപ്പെട്ട ഈ പോലീസ് നായ്ക്കളെയൊക്കെ ഒരു മാസത്തിൽ ഈ ഊരുമൂപ്പൻ പോയ വനത്തിന്റെ എല്ലാ പ്രദേശങ്ങളും തിരക്കിയെങ്കിലും ഇദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷെങ്കിൽ ഇന്നലെ രാത്രി ഇന്ന് രാവിലെയോടുകൂടി ഈ പ്രദേശത്തെല്ലാം കനത്ത മഴ പെയ്യുകയാണ്. ആ മഴ ഇപ്പോഴും തുടരുകയാണ്. അവിടെ തന്നെ ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആൾക്കാരാണ് ഇദ്ദേഹത്തെ കൊക്കാത്തോട് ഈ അരുവാപുരം ഉന്നതിയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മാറിയുള്ള കൊക്കാത്തോട് ഉന്നതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ബന്ധുക്കളും പോലീസുകാരും ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത്രയും നാളും ഈ അഴുകിയ ശരീരമായതിനാൽ ഒന്നും തന്നെ അവിടുന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി DNA-യും മറ്റ് ബന്ധുക്കളുടെയും ഒക്കെ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇത് ഇദ്ദേഹത്തിന്റെ ബോഡി തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ബാക്കിയുള്ള തുടർ നടപടികളൊക്കെ മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.